മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തടഞ്ഞു. ശമ്പള വർധന ഇപ്പോൾ വേണ്ടെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ആർ ശ്രീജിത്ത് ബ്രേക്കിംഗ് വാർത്തയുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ തന്നെ ജനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാര്യം മന്ത്രിമാർക്കും എംഎൽഎമാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പള വർധനവ് സംബന്ധിച്ച ബില്ല് അവതരിപ്പിക്കുന്ന കാര്യം ചർച്ചയ്ക്ക് വന്നിരുന്നു. പാർലമെന്ററി കാര്യ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ബില്ല് പൈലറ്റ് ചെയ്തത്. എന്നാൽ തൽക്കാലം ഇത് വേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി എടുക്കുകയായിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ ചിന്താഗതി ഉണ്ടാക്കും, അത് ജനവികാരം എതിരാക്കുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണം തൽക്കാലം വേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ സർക്കാരിൻ്റെ കാലത്ത് ഇനി മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പള പരിഷ്കരണം നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ശമ്പള പരിഷ്കരണത്തിന് നിയമസഭയിൽ ബില്ല് പാസ്സാക്കേണ്ടതുണ്ട്. ബില്ല് പാസ്സാക്കാൻ തങ്ങൾ അനുകൂലമാണെന്ന് പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചിരുന്നു. പ്രതിപക്ഷവുമായി കൂടി ആലോചിച്ചാണ് ബില്ല് കൊണ്ടുവരാനുള്ള ആലോചന തുടങ്ങിയത്. എന്നാൽ ഔദ്യോഗികമായി തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കണമെന്ന് സർക്കാർ പ്രതിപക്ഷത്തോട് ചോദിച്ചു. പ്രതിപക്ഷം അതനുസരിച്ച് സ്പീക്കറെ ബില്ല് കൊണ്ടുവരുന്നതിന് അനുകൂലമാണെന്ന കാര്യം അറിയിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പോര് കനക്കുന്നതിനിടെ പ്രതിപക്ഷവുമായി ശമ്പള വർധനവിൻ്റെ കാര്യത്തിൽ മാത്രം കൈകോർക്കുന്നത് അതും ഒരു തെറ്റായ ഇംപ്രഷൻ ഇടയാക്കും, ജനങ്ങൾക്കിടയിൽ തെറ്റായ ഒരു ചർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ എംഎൽഎമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും തൽക്കാലം വർദ്ധിപ്പിക്കേണ്ടതില്ല, ആ കാര്യം ഇപ്പോൾ അജണ്ടയിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ശമ്പള വർധനവും ആനുകൂല്യ വർധനവും ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ഈ മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പള വർധനയെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ കമ്മീഷൻ സർക്കാർ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 30 മുതൽ 35% വരെ വർധനമാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ തൽക്കാലം വേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വലിയ വാദങ്ങൾ ക്ഷണിച്ചു വരുത്താൻ കഴിയുമായിരുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.